നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന്. ഓക്കെ, കാഴ്ച ഷഫിളിനാണ് കേട്ടോ. പേജ് ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് സ്വാർഡ്സ്, 8 of wands, the star, 7 of swords, 3 of cups and justice, bottom of the deck കേട്ടോ. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് വളരെ പ്രബലമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതായത് ഇവരുടെ മൊബൈലൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്, അങ്ങനെ കാണുന്നു കേട്ടോ. അവരെന്ത് അപ്ലോഡ് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, എന്ത് അപ്ഡേറ്റ് ചെയ്യുന്നു, എല്ലാം ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ക്വീൻ ഓഫ് സോർട്സ് വെച്ച് ഈഗോ ഇഷ്യൂസ് രണ്ടുപേരുടെയും ഇടയിലുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ ആ റിലേഷൻഷിപ്പിൽ എക്സോസ്റ്റഡ് ആകെ ഒരു മടുപ്പായിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നു. ഒരു ചിലർക്ക് അവരുടെ തേർഡ് പേഴ്സണുമായിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ല, അവർ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റ് പലരും ഒരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ന്യൂ ആയിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ ഫോം ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇനീഷ്യൽ സ്റ്റേജിലാണ് അത്. ഒരു വളരെ പ്രബലമായ ബന്ധമായിട്ടില്ല, എന്നാൽ വേറൊരു റിലേഷൻ സ്റ്റാർട്ടായിട്ടുമുണ്ട് എന്ന് അവിടെ കാണുന്നു കേട്ടോ. 7 of swords വെച്ച് പലരുടെയും പേഴ്സൺ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ കാണും. മൂന്നാമതൊരാളുടെ പ്രസൻസ് തേർഡ് പാർട്ടിയുടെയും ഇടയിൽ കാണുന്നുണ്ട്, അത് നിങ്ങളാണ് കേട്ടോ. അതും അവിടെ കാണുന്നുണ്ട്. പലരുടെയും ലൈഫിൽ ഒരു കോർട്ട് കേസ്, ഒരു സെപ്പറേഷൻ കേസൊക്കെ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ ആ ഒരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. അതാണ് കൂടുതലായും നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടി ഇടയിലുള്ള സിറ്റുവേഷൻ.